നമസ്കാരം. 2 ദിവസം മുമ്പ് മെയ് 3 പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോ ചെയ്യുന്നതിനെ പ്രേരിപ്പിച്ചത്. ശ്രീശാന്തിന് 3 വർഷത്തെ വിലക്ക്. മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 3 വർഷം വിലക്ക് ഏർപ്പെടുത്തി. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണ് സ്ഥാനം ലഭിക്കാത്തതിൽ ശ്രീശാന്ത് KCAയെ വിമർശിച്ചിരുന്നു. വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയതാണ് ടീമിൽ ഇടം കിട്ടാത്തതിന് കാരണം എന്നായിരുന്നു വിമർശനം. സഞ്ജു സാംസണെ ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ സത്യവിരുദ്ധവും അപമാനകരവുമായ പ്രസ്താവനയാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KCA ശ്രീശാന്തിന് 3 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയത്. നിലവിൽ കേരള ക്രിക്കറ്റ് ലീഗ് ടീമായ കൊല്ലം ഏരീസ് സഹ ഉടമയാണ് ശ്രീശാന്ത്. വിവാദ പരാമർശങ്ങളെ തുടർന്ന് ശ്രീശാന്തിനൊപ്പം KCL ടീമുകളായ കൊല്ലം ഏരീസ്, ആലപ്പി ടീം ലീഡ് കൊണ്ടെയ്നർ സായി കൃഷ്ണൻ, ആലപ്പി റിപ്പിൾസ് എന്നിവർക്കെതിരെയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഫ്രാഞ്ചൈസി ടീമുകൾ നോട്ടീസിന് തൃപ്തികരമായ മറുപടി നൽകിയതിനാൽ അവർക്കെതിരെ തുടർ നടപടികൾ വേണ്ടെന്നും ടീം മാനേജ്മെന്റിൽ അംഗങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകാനും യോഗം തീരുമാനിച്ചു. ഇതിനൊപ്പം KCAക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച സഞ്ജു സാംസണിന്റെ പിതാവ് സാംസൺ വിശ്വനാഥ്, റെജി ലൂക്കോസ്, വാർത്താ ചാനൽ അവതാരക എന്നിവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് നൽകാനും തീരുമാനിച്ചു. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമതായിട്ട്, ഈ സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്, അതിൻ്റെ പേരിൽ ശ്രീശാന്ത് നടത്തിയ കമൻറ്റ്, അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് അത് നമുക്ക് വേറൊരു കാര്യമാണ്. അത് അന്വേഷിക്കേണ്ടതാണ്, അതിലെ വസ്തുക്കളിലേക്ക് നോക്കേണ്ടതാണ്. അത് സത്യമാണെന്നോ അല്ലെന്നോ ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഇവിടുത്തെ പോയിന്റ്, ആ ഒരു പരാമർശം KCAക്കെതിരെ ആ കാര്യത്തിലുള്ള വിമർശനം സത്യമാണെങ്കിലും അല്ലെങ്കിലും അതിന് പകരമായി അല്ലെങ്കിൽ അതിനൊരു പ്രതികാര നടപടിയായി ഒരു കളിക്കാരന്, ഒരു മുൻ കളിക്കാരൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കളിക്കാരൻ ആർക്കോ ആവട്ടെ, വിലക്ക് ഏർപ്പെടുത്താൻ KCAക്ക് അവകാശമില്ല. ഫോർ ദാറ്റ് മാറ്റർ, ഒരാളെ അയാളുടെ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് വിലക്കാൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല. തൊഴിൽ ചെയ്യാനുള്ള അവകാശം എല്ലാ വ്യക്തിക്കും ഉള്ളതാണ്. ശ്രീശാന്ത് പറഞ്ഞ അഭിപ്രായത്തിൽ എന്തെങ്കിലും പ്രശ്നം KCAക്ക് ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കെതിരെ ചെയ്ത പോലെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, അത് കോടതി പിന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ ഈ ശ്രീശാന്ത് പറഞ്ഞ കാര്യം ശരിയാവാം, തെറ്റാവാം, പക്ഷെ അതിൻ്റെ പേരിലുള്ള ഈ വിലക്കിനോട് ഒരു രീതിയിലും യോജിക്കാൻ കഴിയില്ല. ഇത് ഒരു ശരിയായ നടപടിയല്ല. ആരും തന്നെ വിമർശനാതീതരാവരുത്. KCA ആണെങ്കിലും BCCI ആണെങ്കിലും സർക്കാരാണെങ്കിലും ഏതെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും കോടതിയാണെങ്കിലും ആരും തന്നെ വിമർശനത്തിന് അതീതരാവരുത്. ഈവൻ ദൈവങ്ങൾ പോലും വിമർശനത്തിന് അതീതരാവരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വിമർശിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. വിമർശിക്കുമ്പോൾ ഒരു മിനിമം മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത് അബ്യൂസ് ആവരുത്. അതല്ലാത്തിടത്തോളം കാലം എല്ലാവർക്കും വിമർശനങ്ങൾ നേരിടാനുള്ളൊരു ബാധ്യതയുണ്ട്. വിമർശനങ്ങൾ വരുമ്പോൾ അതിന് നേരെ അസഹിഷ്ണുതയോടെ നടപടിയെടുക്കുക, വിലക്കുക തുടങ്ങിയവ ഒരു ശരിയായ നടപടിയല്ല. അതൊരു ഫാസിസ്റ്റ് ചുവയുള്ള നടപടികളാണ് എന്ന് പറയേണ്ടി വരും. ഇതിനെതിരെ പറയുന്ന 2 വാദങ്ങൾ, ഒന്ന്, ശ്രീശാന്ത് പറഞ്ഞ കാര്യം ശരിയാണെന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും വിലക്ക് എന്നുള്ളത് അതിനൊരു നടപടിയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്, ശ്രീശാന്ത് അല്ലേ, അവനൊരു അഹങ്കാരിയാണ്, അവൻ പണ്ട് മുതലേ അങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ കേട്ടു. അവൻ ഒത്തുകളി വിവാദത്തിൽ ശിക്ഷിക്കപ്പെട്ടതല്ലേ എന്നൊക്കെ. ഒത്തുകളി വിവാദത്തിൽ അദ്ദേഹത്തിന് വേണ്ട ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കോടതി പറഞ്ഞ നിയമപ്രകാരം അതിനുള്ള ശിക്ഷയും കിട്ടിക്കഴിഞ്ഞു. ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ വീണ്ടും വേട്ടയാടുന്നത് ശരിയല്ല. ഏത് കുറ്റകൃത്യത്തിനാണെങ്കിലും ആ നിയമ നടപടിയിലൂടെ പോയി അതിന് വേണ്ട ശിക്ഷ ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ പിന്നെയും ഏറ്റുവാങ്ങി കഴിഞ്ഞ ശിക്ഷയുടെ പേരിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്, വ്യക്തിപരമായിട്ട് ശ്രീശാന്തിൻ്റെ സ്വഭാവം, അതിൽ ചില കാര്യങ്ങളൊക്കെ എനിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഒരാളെ വിലക്കുക, അയാൾക്ക് ജീവിക്കാനും തൊഴിൽ ചെയ്യാനുമുള്ള അവകാശത്തിന് വിലക്ക് ഏർപ്പെടുത്തുക എന്നുള്ളതിന് അയാളുടെ സ്വഭാവം ഒരു ഘടകമേ അല്ല. ഇതിപ്പോൾ നമുക്ക് ഒരു ക്രിക്കറ്റിലെ ജെന്റിൽമാനസിൻ്റെ ഏറ്റവും മകുടോദാഹരണങ്ങളായ സച്ചിനോ ദ്രാവിഡോ ആവാം, ഒരു ഇത്തിരി ഔട്ട്സ്പോക്കണായ ശ്രീശാന്തിനെ പോലുള്ളവരാവാം, ആരുമാവാം. ദാറ്റ് സിംപ്ലി ഡസൻറ്റ് മാറ്റർ. ഒരു വിലക്കിൻ്റെ കേസിൽ ഇത്തരത്തിലുള്ള ഒരു നൈതികവും നിയമപരവുമായ തെറ്റ് വരുമ്പോൾ അവിടെ അയാളുടെ സ്വഭാവം, അയാളോട് നമുക്കുള്ള ഇഷ്ടം അനിഷ്ടം, അതൊന്നും ഒരു ഘടകമേ അല്ല. നിങ്ങൾക്ക് ശ്രീശാന്തിനെ ഇഷ്ടപ്പെടാതിരിക്കാം, സപ്പോർട്ട് ചെയ്യാം, പിന്തുണയ്ക്കാതിരിക്കാം. പക്ഷേ വിലക്കാനുള്ള അവകാശം ഒരു സംഘടനയ്ക്കും ഇല്ല. ഇതിനെതിരെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ട് പ്രതികരിച്ചിട്ടുണ്ട്. തുടർന്നും ബാക്കി നടപടികളിലേക്ക് അദ്ദേഹം പോകുന്നു വിചാരിക്കണം. സ്പോർട്സ് പോലത്തെ ഒരു കാര്യത്തിൽ സമയം പ്രധാനമാണ്. നമ്മുടെ കോടതികളിൽ എത്തി ഇതിനെല്ലാം വിധി വരുമ്പോൾ എത്ര വർഷങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള വേറെ ചോദ്യം. എങ്കിലും നോയിങ് ശ്രീശാന്ത് എ ബിച്ച്, ഇത് ഈ ഒരു വിധി മേടിച്ച് കൈ കെട്ടിയിരിക്കുന്ന ഒരാളൊന്നുമല്ല അദ്ദേഹം. നമുക്ക് ഒരുപാട് പരാതികളുണ്ടെങ്കിലും ഹീസ് എ ഫൈറ്റർ. പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിൽ ശ്രീശാന്തിനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം ഇതിൽ അതോറിറ്റീസിനെ സമീപിക്കുകയും ഇതിലൊരു മാറ്റം വരുത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു തെറ്റായ തീരുമാനം ജസ്റ്റ് മേടിച്ച് അതേപടി കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളല്ല ശ്രീശാന്ത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയുന്നു, ഞാൻ ശ്രീശാന്തിൻ്റെ സപ്പോർട്ടറോ അയാൾ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുന്ന ആളോ അല്ല. പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ അതൊന്നും ഒരു ഘടകമേ അല്ല എന്നുള്ളതാണ്. ഇതിനോട് അനുബന്ധിച്ചൊരു കാര്യം കൂടി പറയട്ടെ. ഈ BCCI ആയാലും KCA ആണെങ്കിലും
ഇവരെല്ലാം പ്രൈവറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻസ് ആണ്. ഇതിൽ BCCIയുടെ കേസിൽ പണ്ട് ക്രിക്കറ്റ് കണ്ടിരുന്നപ്പോൾ ക്രിക്കറ്റിൻ്റെ ഭംഗി മാത്രം, അതായത് ചാരുത മാത്രമാണ് ആസ്വദിച്ചിരുന്നത്. പിന്നെയാണ് ഇതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും വന്നത്. BCCI എങ്ങനെയാണ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആവുന്നത്? ലാഭത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷന് ചാരിറ്റബിൾ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും? ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് കൊടുക്കുന്ന നിയമപരമായ ആനുകൂല്യങ്ങളൊക്കെ എന്തിനാണ് BCCIക്ക് കൊടുക്കുന്നത്? അതുപോലെ ഒരു കളിക്കാരനെ ഇങ്ങനെ വിലക്കിയാൽ ദേ ക്യാൻ ഗെറ്റ് അവേ വിത്ത് ദിസ് എന്നുള്ള ചിന്ത അസോസിയേഷനിൽ, ഇപ്പോൾ KC ആണെങ്കിലും വേറെ ഏതെങ്കിലും അസോസിയേഷൻ ആണെങ്കിലും അവർക്ക് എങ്ങനെ വന്നു? അതൊരു ശരിയായ നടപടിയല്ലോ. അപ്പോൾ ഈ വിമർശനാധിപത്യം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ഇത് സത്യസന്ധമല്ലാത്ത അഭിപ്രായമാണെങ്കിൽ പോലും, ആണോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പിലാണെങ്കിൽ പോലും ഒരാൾ പറഞ്ഞാൽ അതിനെ വിലക്കിക്കൊണ്ടോ അയാളെ ക്യാൻസൽ ചെയ്തുകൊണ്ടോ അല്ല അതിനെ നേരിടേണ്ടത് എന്നുള്ള കോർ പോയിന്റാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് ഇന്ന് ശ്രീശാന്താണ്, നാളെ വേറൊരാളാവാം. പണ്ട് മലയാള സിനിമയിലും തിലകൻ്റെയും വിനയൻ്റെയൊക്കെ കേസിൽ നമ്മൾ ഇതിൻ്റെ വേറൊരു വേർഷൻ കണ്ടു. പ്രഖ്യാപിത വിലക്കുകളുമുണ്ട്, അപ്രഖ്യാപിത വിലക്കുകളുമുണ്ട്. അപ്രഖ്യാപിത വിലക്കുകളെ നമുക്ക് പിടികിട്ടാനും അതിനെ നേരിടാനും ബുദ്ധിമുട്ടാണ്. അതും ഉണ്ട് എന്നുള്ള സത്യമാണ്. അപ്രഖ്യാപിത നിയമന നിരോധനം പോലെയാണത്. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളുടെ അവസ്ഥയും എല്ലാം. അത് വേറൊരു വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. അതിലൊരുപാട് പറയാനുണ്ടെങ്കിൽ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അതുപോലെ അപ്രഖ്യാപിത വിലക്കുമുണ്ട്, പ്രഖ്യാപിത വിലക്കുമുണ്ട്. അപ്രഖ്യാപിത വിലക്കിനെ നേരിടുന്നതിൽ പരിമിതികളുണ്ട് നമുക്ക്. പക്ഷേ ഇതുപോലെ ഔട്ട്റൈറ്റ് ആയിട്ട് പ്രഖ്യാപിത വിലക്ക് നടത്താൻ ഒരാൾക്കും അവകാശമില്ല. ദ റൈറ്റ് ടു വർക്ക്, ദ റൈറ്റ് ടു ഏൺ വൺസ് ലൈവ്ലിഹുഡ്, ദ റൈറ്റ് ടു ഹാവ് എൻ ഒപ്പീനിയൻ എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോ വ്യക്തിക്കും ബാധകമാണ്. ഇന്ന് ശ്രീശാന്ത് ആവാം, നാളെ നിങ്ങളാവാം, ഞാനാവാം, ആരുമാകാം. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിന് വേണ്ടി ഈ ഒരു അവസരത്തിൽ നിലകൊള്ളുന്നു. KCയുടെ ഈ നടപടിയോടുള്ള ശക്തമായ എതിർപ്പ് ഇവിടെ രേഖപ്പെടുത്തുന്നു. താങ്ക് യു.